അസ്സലാമു അലൈക്കും. ഇത്താത്തയാണ്. രണ്ടു പേര് പരസ്പരം വഴക്ക് കൂടിയിട്ട് മിണ്ടാതായാൽ അതിൽ ആദ്യം സംസാരിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ അറിഞ്ഞാൽ നമ്മൾ മത്സരിക്കട്ടെ ആദ്യം സംസാരിക്കാൻ വേണ്ടിയിട്ട്. പലരും ചെയ്യുന്നത് ആദ്യം സംസാരിച്ച് അവര് തുടങ്ങട്ടെ. സലാം പറഞ്ഞാൽ പോലും സലാം മടക്കാന് മടിയുള്ള ആളുകളുണ്ട് ട്ടോ. വഴക്ക് കൂടിയാല് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിനേക്കുള്ള ആദ്യം സംസാരിക്കുന്നവർക്കുള്ള ഒരു നേട്ടങ്ങൾ. ആദ്യത്തേത് അള്ളാഹുവിന്റെ മലക്കുകൾ അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യും എന്നുള്ളതാണ് കേട്ടോ. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടികളായ ഹസൻ റളിയല്ലാഹു അൻഹുവും ഹുസൈൻ റളിയല്ലാഹു അൻഹുവും ചെറിയ രീതിയിൽ ഒരു വഴക്കുണ്ടാവുകയും അതിനെ തുടർന്ന് അവര് മിണ്ടാതിരിക്കുകയും ചെയ്തു കേട്ടോ. മിണ്ടാത്തത് 2 ദിവസം കഴിഞ്ഞപ്പോ ഹുസൈൻ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി പറഞ്ഞു കൊടുത്തു, എന്നോട് ഹസൻ സംസാരിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞു, എന്നോട് മിണ്ടിയിട്ട് എന്നുള്ളത്. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസൻ റളിയല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ മിണ്ടാതിരിക്കുന്നത് എന്ന്. അതിന് മറുപടിയായി ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ എന്നെ കൈ പിടിച്ച് ഒരാൾ കൊണ്ടുപോവുകയും സ്വർഗത്തിൽ ഒരു കൊട്ടാരം കാണിച്ചു തരികയും ചെയ്തു. അപ്പോൾ ഇത് ആർക്കാണ് എന്ന് ചോദിച്ചപ്പോൾ 2 പേര് വഴക്ക് കൂടിയിട്ട് ആദ്യം ആര് സംസാരിക്കുന്നുവോ അവർക്കുള്ളതാണ് ഈ കൊട്ടാരം എന്ന് പറഞ്ഞു. അപ്പോൾ അത് എൻ്റെ അനിയന് കിട്ടണം എന്ന് ഞാൻ ഏറെ ആശിച്ചു പോയി, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത് എന്ന്. വഴക്ക് കൂടിയിട്ട് ആദ്യം സംസാരിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങളാണുള്ളത്. ഒരുപാട് നേട്ടങ്ങളുണ്ട് കേട്ടോ. അതിൽ ആദ്യത്തേത് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് അള്ളാഹുവിന്റെ മലക്കുകൾ അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യും എന്നുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആരെങ്കിലും വഴക്ക് കൂടിയാല് ആദ്യം സലാം പറയാനും അല്ലെങ്കിൽ ആദ്യം പോയി സംസാരിക്കാനും ഒരു രീതിയിലും നിങ്ങൾ മടി കാണിക്കരുത് കേട്ടോ.